ഏറെക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് അവസാനം കുറിച്ച് ഒറ്റപ്പാലം നഗരസഭ 2ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മിന്നും ജയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് അലി നാലകത്ത് വിജയിച്ചു കയറിയത് 200-ലധികം വോട്ടുകൾക്ക്. ഒറ്റപ്പാലം നഗരസഭയുടെ 2ാം വാർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ബാലികേറാമലയായ 2ാം വാർഡ് പിടിച്ചെടുക്കാൻ പാർട്ടി നിയോഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്തിനെ. പാർട്ടി തന്നിലർപ്പിച്ച വിശ്വാസത്തോടെ 100% നീതി പുലർത്തിയാണ് മുഹമ്മദ് അലി വിജയകിരീടം ചൂടിയത്. തന്റെ വിജയത്തിനായി എണ്ണയിട്ട യന്ത്രം കണക്കി പ്രവർത്തിച്ച സഹപ്രവർത്തകർക്കും സർവോപരി വോട്ടർമാർക്കും നന്ദി പറയുന്നുവെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നഗരസഭ കയറിയിറങ്ങേണ്ട ഗതികേട് വരുത്തില്ലെന്നും മുഹമ്മദ് അലി വ്യക്തമാക്കി. ഒറ്റപ്പാലം നഗരസഭയിലെ 2ാം വാർഡിലെ വിജയവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ പല കാര്യങ്ങളും വാർഡിലുള്ള നിരന്തരമായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു ചരിത്ര വിജയമാണ് എന്ന കാര്യത്തിൽ സംശയം. കാരണം ഏകദേശം ഒരു 40 വർഷത്തിന് ശേഷം കോൺഗ്രസിന് വിജയിക്കാൻ, UDF വിജയിക്കാൻ കഴിയാത്തൊരു വാർഡാണ് വിജയിച്ചിട്ടുള്ളത്. അത് ഒരു ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ കൂടെ ഭാഗമായിരുന്നു. ഏകദേശം 4 മാസക്കാലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള കുറ്റമറ്റ രീതിയിലുള്ള വർക്കിൻ്റെയും കൂടെ ഒരു വിജയം. ഇതിൻ്റെ പുറമെ ജനങ്ങൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയ ഭേദമല്ല എൻ്റെ വിജയത്തിന് വേണ്ടി, UDF വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുക മാത്രമല്ല, അവർ ഒന്നടങ്കം എൻ്റെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ സംബന്ധിച്ചിടത്തോളം CPM ഈ കാലയളവ് വരെയുള്ള പ്രയാസങ്ങൾ, ധ്രുവീകരണം, അല്ലെങ്കിൽ പല അംഗങ്ങളെയും അവഗണിച്ചിട്ട് പല പ്രദേശത്തെയും വികസനത്തിന് അവഗണിച്ചുകൊണ്ട് നടത്തിയിരുന്ന പ്രവർത്തനത്തിന് ഒരു തിരിച്ചടി നൽകുക എന്നുള്ളത് അവർ കാത്തിരുന്ന ഒരു അവസരം പോലെയാണ് ഈ ഇലക്ഷനെ ഉപയോഗിച്ചത്. വളരെ ശക്തമായി ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു വിജയമാണ്. ആ വിജയത്തിൽ ജനങ്ങൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, അവരുടെ വിശ്വാസം നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് അവരുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് വിഷയത്തിൽ